വിശദമായ വാർത്തകളിലേക്ക്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അവതരിപ്പിച്ച ബജറ്റിൽ നിരവധി ജനകീയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ആശാ വർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും ആശ്വാസകരമായ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കിയെന്നും കേരളത്തിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ഓരോന്നായി ചർച്ചയ്ക്കെടുക്കാമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും പറഞ്ഞാണ് മന്ത്രി ബഡ്ജറ്റ് അവതരണം തുടങ്ങിയത്. പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും നടപ്പിലാക്കിയെന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് നടപ്പ് വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. സർ, 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. ഏതാണ്ട് എല്ലാ മേഖലകളിലും കേരളം പുതിയ നോർമൽ, ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. പഴയ നോർമലുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അതിശയകരവും അഭിമാനകരവുമായ പുരോഗതിയാണ് ജനജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഉണ്ടായിരിക്കുന്നത്. ഈ സമ്മേളന കാലത്ത് ഓരോ വികസന തുറയിലും വന്ന മാറ്റങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെടണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. 10 വർഷത്തിനിടെ ന്യൂ നോർമൽ കേരളം ഉണ്ടാകും. കേരളത്തിലെ കൂട്ടായ്മയിൽ വിഷം കലർത്താൻ വർഗീയ ശക്തികളുടെ ശ്രമം നടക്കുന്നതായും മന്ത്രി പറഞ്ഞു. കേരളത്തെ തകർക്കാൻ വർഗീയ ശക്തികൾ തക്കം പാർത്തിരിക്കുകയാണ്. ഇതിനെ കേരളം ഫലപ്രദമായി പ്രതിരോധിക്കുന്നുമുണ്ട്. മത രാഷ്ട്രവാദികൾ അവസരം കാത്തിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. നിരവധി പ്രഖ്യാപനങ്ങളാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നത്. ആശമാർക്ക് ആശ്വാസ പ്രഖ്യാപനം ഉണ്ടായി. 1000 രൂപയാണ് ഇവർക്ക് കൂട്ടിയത്. അംഗൻവാടി വർക്കർക്ക് 1000 രൂപ കൂട്ടിയപ്പോൾ ഹെൽപ്പർമാർക്ക് 500-ഉം സാക്ഷരതാ പ്രേരകന്മാർക്ക് 1000 രൂപയും വർദ്ധിപ്പിച്ചു. അംഗൻവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെയും വർധനവ് വരുത്തുന്നു. സർ, ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. പ്രീ പ്രൈമറി അധ്യാപകർ പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസവേതന അടിസ്ഥാനത്തിലാണ് സർ നൽകുന്നത്. ദിവസവേതനത്തിൽ 25 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, സാക്ഷരതാ പ്രേരകന്മാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. സർ, ഇതുപോലെ സർക്കാർ ജീവനക്കാരുടെ DA-യുടെയും പെൻഷൻകാരുടെയും ക്ഷാമാശ്വാസത്തിന്റെയും നിരക്കുകൾ ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിരുന്നു. DA-DR കുടിശ്ശിക അനുവദിക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടായി എന്ന കാര്യം നിഷേധിക്കുന്നില്ല. അത് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.